UDF സർക്കാരിൽ വീണ്ടും നിയമന വിവാദം. വനിതാ ശിശുവികസന വകുപ്പിൽ വഴിവിട്ട നിയമനത്തിന് നീക്കമെന്നാണ് ആക്ഷേപം. അംഗനവാടി വെൽഫെയർ ഫണ്ട് ബോർഡ് സിഇഒയായി സർവീസിൽ നിന്നും വിരമിച്ച കോൺഗ്രസ് അനുഭാവിയെ കൊണ്ടുവരാനാണ് ശ്രമം. ടി ഗോപകുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ശിശു വികസന വകുപ്പ് ഡയറക്ടർ സർക്കാരിന് നൽകിയ കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് റിപ്പോർട്ടാണ്. വി അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. മുമ്പും ഈ സർക്കാരിൻ്റെ തുടക്കകാലത്തെ നിയമനങ്ങൾ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. എന്താണ് ഈ വകുപ്പിൽ സംഭവിക്കുന്നത്? ഇത് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ വകുപ്പ് കൂടിയല്ലേ? തീർച്ചയായിട്ടും മന്ത്രി ബിന്ദു കൃഷ്ണന്റെ വകുപ്പിലാണ് ഇങ്ങനെ ഒരു നിയമന നീക്കം നടക്കുന്നത്. നമുക്കറിയാം, UDF സർക്കാർ തുടക്കം മുതൽ നിയമനം വലിയ പ്രശ്നമായിട്ടുണ്ട്. അത് പലപ്പോഴും വലിയ വിവാദങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇവിടെ വനിതാ ശിശു വികസന വകുപ്പിലാണ് ഒരു വഴിവിട്ട നിയമനത്തിന് നീക്കം നടക്കുന്നത്. വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ അംഗനവാടി വെൽഫെയർ ഫണ്ട് ബോർഡുണ്ട്. അവിടെ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനെ, കോൺഗ്രസ് നേതാവിനെ നിയമിക്കാനാണ് നീക്കം നടക്കുന്നത്. ഇദ്ദേഹം നേരത്തെ മലപ്പുറത്ത് ശിശുവികസന വകുപ്പിലെ ഓഫീസറായിരുന്നു. അദ്ദേഹത്തെ കഴിഞ്ഞ മെയിൽ വിരമിച്ച ശേഷം വളരെ പ്രധാനപ്പെട്ട സിഇഒ തസ്തികയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ടി ഗോപകുമാർ എന്ന അദ്ദേഹത്തെ കോൺഗ്രസ് സംഘടനാ നേതാവ് കൂടിയായിരുന്നു നേരത്തെ. അദ്ദേഹത്തെ ഈ വകുപ്പിന്റെ സിഇഒ ആയിട്ട് അംഗനവാടി വെൽഫെയർ ഫണ്ട് ബോർഡിന്റെ സിഇഒ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ശിശു വികസന വകുപ്പ് ഡയറക്ടർ വീണ്ടും സർക്കാർ സ്പെഷ്യൽ സെക്രട്ടറി നൽകിയ കത്തിന്റെ പകർപ്പാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ആരാകണം ഈ ശിശു വികസന വെൽഫെയർ ബോർഡിന്റെ ഡയറക്ടർ സ്ഥാനത്തേക്ക് വരേണ്ടതെന്ന് നിയമസഭ പാസാക്കിയ ചട്ടത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: ഉദ്യോഗസ്ഥ നിയമനം, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, വനിതാ ശിശുവികസന വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പദവിയിൽ താഴെയല്ലാത്ത, അതായത് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടറുടെ പദവിയിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയോ സംസ്ഥാന സർക്കാർ സർവീസിൽ തത്തുല്യ പദവിയിലുള്ള മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനെയോ അന്യത്ര സേവന വ്യവസ്ഥയിൽ ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി സർക്കാർ നിയമിക്കുക. അതായത് ഡെപ്യൂട്ടേഷൻ. ഒന്നുകിൽ ഈ ശിശുവികസന വകുപ്പിൽ തന്നെയുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ പദവിയിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഇതേ പദവിയിലുള്ള ഇതേ കപ്പാസിറ്റിയിലുള്ള സർക്കാർ സർവീസിലുള്ള ഡെപ്യൂട്ടേഷൻ നിയമിക്കാം. ഇത് രണ്ട് വ്യവസ്ഥകൾ മാത്രമാണ് നിയമസഭ പാസാക്കിയ ഈ ചട്ടങ്ങളിൽ ഉള്ളത്. ഇതാണ് സമർപ്പിച്ചതിന് ശേഷം അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അതായത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള അംഗൻവാടി വെൽഫെയർ ഫണ്ടിൻ്റെ സിഇഒ സ്ഥാനത്തേക്കാണ് ഇത്തരമൊരു നിയമന നീക്കം ഉണ്ടാകുന്നത്. കൃത്യമായി തന്നെ ഈ നിയമനം സംബന്ധിച്ച വ്യവസ്ഥകളുണ്ട്. സർക്കാർ സർവീസിലുള്ള വ്യക്തിയെ നിയമിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. ഇതിലാണിപ്പോൾ ചില രാഷ്ട്രീയ നിയമനം നടക്കുന്നതെന്നാണ് ആക്ഷേപം. അരുൺ, നമ്മൾ പറഞ്ഞു വന്നത് ഈ തുടർച്ചയായ നിയമന വിവാദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്തും അത് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ മന്ത്രിക്കടക്കം ഇത് വിശദീകരിക്കേണ്ടി വരില്ലേ? ഇത് സംബന്ധിച്ച് വരുന്ന ആക്ഷേപങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക്, മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടോ? ഇതിൽ എന്ത് രാഷ്ട്രീയ താല്പര്യമാണ്? മന്ത്രി നേരിട്ടുള്ള താല്പര്യം കൂടിയാണോ ഇതിൽ പ്രതിഫലിക്കുന്നത്? തീർച്ചയായിട്ടും മന്ത്രിയുടെ താല്പര്യം തന്നെയാണ്. കാരണം മന്ത്രി അല്ലെങ്കിൽ ആ സർക്കാരിന്റെ താല്പര്യം തന്നെയാണ്. വളരെ കൃത്യമായി കത്തിൽ ഈ ശിശു വികസന വകുപ്പ് ഡയറക്ടർ, സ്പെഷ്യൽ സെക്രട്ടറി, വനിതാ ശിശു വികസന വകുപ്പിന്റെ കത്തിൽ പറയുന്നത്, വനിതാ ശിശു വികസന വകുപ്പ് കേരള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസ് തസ്തികയിൽ മലപ്പുറം ജില്ലാ മുൻ വനിതാ ശിശു വികസന ഓഫീസറായി സേവനമനുഷ്ഠിച്ച റിട്ടയർ ചെയ്ത ഗോപകുമാർ ടിക്ക് നിയമനം നൽകുന്ന വിഷയം പരിശോധിക്കുന്നതിനായി നേരത്തെ സൂചന ഒന്ന് കത്തെന്ന് പറയുന്നത് സർക്കാരിൽ നിന്നുള്ള ഒരു കത്താണ്. സർക്കാരിൽ നിന്ന് വനിതാ ശിശു വികസന വകുപ്പിലേക്ക് വന്ന കത്താണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 30/7/2025 ഈ കത്തിന്റെ കൂടി പിൻബലത്തിൽ ഇത്തരത്തിൽ 5/7/2026 സർക്കാരിന്റെ കത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ നിയമന നീക്കം ഇപ്പോൾ നടക്കുന്നത്. ടി ഗോപകുമാർ എന്ന പേര് മാത്രമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഗോപകുമാറിനെ നിയമിക്കുന്നതിനും വിഷയത്തിൽ ആ കാര്യം പരിശോധിക്കണം എന്നാണ് ആവശ്യം. നിഷ്കർഷിച്ച വിവരങ്ങൾ അടിയന്തരമായി, അതായത് ഇദ്ദേഹത്തിന്റെ വിലാസം, പേര്, നേരത്തെ വഹിച്ചിരുന്ന പദവി തുടങ്ങിയ വിശദാംശങ്ങൾ ഇദ്ദേഹത്തിന്റെ പേര് മാത്രം കൊടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ നിയമിക്കാനുള്ള ഒരു NOC ചോദിക്കുകയാണ് ശിശു വികസന വകുപ്പ് ഡയറക്ടർ, സ്പെഷ്യൽ സെക്രട്ടറി. അത് സർക്കാരിൽ നിന്നുള്ള കത്തിന്റെ കൂടി അടിസ്ഥാനം. വളരെ വ്യക്തമായ കാര്യം അതാണ്. സർക്കാർ
നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് സർക്കാരിന്റെ താല്പര്യപ്രകാരം കോൺഗ്രസ് നേതാവ് കൂടിയായ സംഘടനാ നേതാവ് കൂടിയായ വിരമിച്ച ഉദ്യോഗസ്ഥരെ ഈ തസ്തിക CEO തസ്തികയിലേക്ക് വളരെ പ്രധാനപ്പെട്ട വലിയ ശമ്പളം ഉള്ള തസ്തികയിലേക്ക് കൊണ്ടുവരികയാണ്. അത് എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നിയമനമെന്ന് വളരെ വ്യക്തമാണ്. കാരണം നമ്മൾ സൂചിപ്പിച്ച പോലെ ആരെയാണോ ഈ CEO പദവിയിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ കൃത്യമായി തന്നെ ചട്ടങ്ങളിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. സർക്കാർ പുറത്തിറങ്ങിയ വിജ്ഞാപനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവിടെയാണ് ഈ രാഷ്ട്രീയ നിയമനത്തിന് നീക്കം നടക്കുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ നിയമിച്ചാൽ സ്വാഭാവികമായും അത് സർക്കാരിന്റെ അദ്ദേഹത്തിന് നൽകുന്ന ശമ്പള ചെലവിൽ പോകേണ്ടത്. പക്ഷേ പുറത്തുനിന്നൊരാൾ വരുമ്പോൾ അത് അധിക ചെലവായി മാറും. സാമ്പത്തിക കാര്യങ്ങളിൽ കഴിഞ്ഞ സർക്കാരിനെ ഇത്തരം നിയമനങ്ങൾ ഇഷ്ടക്കാർക്ക്, സ്വന്തക്കാർക്ക് സ്വജനപക്ഷപാതം നടത്തിക്കൊള്ള നിയമനങ്ങൾക്ക് കഴിഞ്ഞ സർക്കാരിന് വലിയ നിലപാടെടുത്ത പാർട്ടിയും മുന്നണിയുമാണ് UDF കോൺഗ്രസും. അവർ തന്നെ ഇത്ര തുടർച്ചയായി ഇത്തരം നിയമനങ്ങൾക്കുള്ള നീക്കങ്ങൾ നടത്തുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറുകയാണ് ഇപ്പോഴത്തെ ഈ നിയമന നീക്കം. ഏതായാലും ഇത് തീർച്ചയായും മന്ത്രിയുടെ ശ്രദ്ധയിൽ ഉണ്ടാകുന്ന വിഷയം തന്നെയാണ്. അല്പസമയത്തിനകം മന്ത്രിയുടെ വാർത്താ സമ്മേളനം 11 മന്ത്രി ബിന്ദു കൃഷ്ണയുടെ വാർത്താ സമ്മേളനമുണ്ട്. അതിലും ഇതിന്റെ പ്രതികരണം നമ്മൾ തേടുന്നുണ്ട്. ഏതായാലും തുടർച്ചയായി കോൺഗ്രസ് വിവിധ വകുപ്പുകളിൽ വിവിധ മന്ത്രിമാർ ഇത്തരം നിയമന വിവാദങ്ങളിൽ പെടുകയാണ്. ഇപ്പോഴും ഇത്തരത്തിൽ എല്ലാ മാനദണ്ഡവും കാറ്റിൽപ്പുറത്തിക്കൊണ്ട് സർക്കാർ തന്നെ രൂപീകരിച്ച ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് ഒരു കോൺഗ്രസ് അനുഭാവിയായ വിരമിച്ച ഉദ്യോഗസ്ഥരെ, സ്വാഭാവികമായും സർക്കാർ ശമ്പളം പറ്റുന്ന ഒരാളെ അവിടെ വെക്കേണ്ടതാണ്. ഒന്നുകിൽ ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഇതേ വകുപ്പിലുള്ള ആളത്തിന് വയ്ക്കുന്നതിന് പകരം പുറത്തുനിന്ന് ഒരാളെ രാഷ്ട്രീയ പക്ഷപാതത്തിന്റെ പേരിൽ നിയമനത്തിന് ശ്രമിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നിയമനം നടന്നിട്ടില്ല എന്ന അവസാന ഘട്ട നീക്കങ്ങളിലാണ് സർക്കാർ ഉള്ളത്. അഹമ്മദിനെ പോലെയുള്ളവരെ കൊണ്ടുവന്നതിനെതിരെ വലിയ ആക്ഷേപം ഉന്നയിച്ചതാണ് UDF. അതായത് സർക്കാർ വിരമിച്ചവർക്ക് വലിയ പരിഗണന കൊടുത്ത് വലിയ ശമ്പളം കൊടുക്കുന്നു എന്ന ആക്ഷേപം. അപ്പോൾ മുന്നണിയുടെ രാഷ്ട്രീയ തീരുമാനത്തിന് വിരുദ്ധമായ ഒരു നിയമനം കൂടിയായി ഇത് മാറുകയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ മന്ത്രിക്ക് തിരുത്തേണ്ടി വരും. അതല്ലെങ്കിൽ മുന്നണിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആ തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് കരുതണോ? അതല്ലെങ്കിൽ സമാനമായ നിയമന നീക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിലെങ്കിലും ജാഗ്രത പുലർത്താൻ ഈ നീക്കം ഇടവയ്ക്കുമോ? തീർച്ചയായിട്ടും ഇതുവരെ നിയമനം ഉത്തരവിറങ്ങിയിട്ടില്ല. ഇദ്ദേഹത്തെ നിയമിക്കാനുള്ള NOC തേടിയാണ് ശിശു വികസന വകുപ്പ് ഡയറക്ടർ സ്പെഷ്യൽ സെക്രട്ടറിക്ക് അതേ വകുപ്പിന്റെ സെക്രട്ടറി സർക്കാരിലേക്ക് അടുത്ത മന്ത്രിയുടെ ഒരു അനുമതി കൂടി ലഭിച്ചാൽ നിയമനം നടക്കാം. ഈ സെക്രട്ടറിയുടെ അനുമതിയോ അതോടൊപ്പം മന്ത്രിയുടെ നോട് കൂടി ലഭിച്ചാൽ നിയമനം നടക്കാം. 1 ലക്ഷത്തോളം രൂപയാണ് ഈ CEO പദവിയിൽ ഇദ്ദേഹത്തിന് ശമ്പളമായി നൽകേണ്ടത്. ആ 1 ലക്ഷം രൂപ സ്വാഭാവികമായും സർക്കാർ സർവീസിലുള്ള ഈ അഡീഷണൽ ഡയറക്ടർ കുറയാത്ത ഒരാൾ ജോലിക്ക് വന്നാൽ അദ്ദേഹത്തിന് ശമ്പളം നൽകിയാൽ മതിയാകും. അത് പുറത്തുനിന്ന് ആ പണം കണ്ടെത്തണ്ട. ഡെപ്യൂട്ടേഷൻ വന്നാലും അതേ തുക നൽകിയാൽ മതി. അദ്ദേഹം ഇപ്പോൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത്, എത്ര ശമ്പളത്തിലാണ് ചെയ്യുന്നത്, അതേ തുക കണ്ടെത്തിയാൽ മതിയാകും. പകരം 1 ലക്ഷത്തോളം രൂപ പുറത്തുള്ള ഒരാൾക്ക്, അത് സ്വജനപക്ഷപാതത്തിന് അങ്ങേയറ്റത്തെ തെളിവാണ്. കാരണം അദ്ദേഹം വിരമിച്ച ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞ മെയ്യിൽ വിരമിക്കുന്നു. മാസങ്ങൾക്കിപ്പം സർക്കാർ വരുമ്പോൾ പുതിയൊരു തസ്തികയിലേക്ക്, അതും 1 ലക്ഷം രൂപ സ്വാഭാവിക പെൻഷൻ ലഭിക്കുന്ന ആളാണ്. അതിന് അവിടെ ഒരു പുതിയ ഒരാൾക്ക് ഒരുപക്ഷെ ഒരു തസ്തിക ലഭിച്ചാൽ അവിടെ ഒരു വേക്കൻസി വീണ്ടും റിപ്പോർട്ട് ചെയ്യാം. അവിടെ പുതിയ ആരെങ്കിലും അവിടേക്ക് വരാനുള്ള അവസരം ഉണ്ടാകും. അതൊക്കെ നിലനിൽക്കുകയാണ് ഇവിടെ ഇങ്ങനെ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനെ, അതും രാഷ്ട്രീയ ബന്ധത്തിന്റെ രാഷ്ട്രീയ കൂറിന്റെ മാത്രം കാരണം കൊണ്ട് അത് മാത്രം യോഗ്യതയായി കണ്ടുകൊണ്ട് ഇത്തരത്തിൽ CEO പോലുള്ള വളരെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് കൊണ്ടുവരാൻ നീക്കം നടത്തുന്നത് തീർച്ചയായും രാഷ്ട്രീയ തീരുമാനം തന്നെയാണ്. സർക്കാരും മന്ത്രിമാരുള്ള തീരുമാനം തന്നെയാണ്. ഇനിയെങ്കിലും ഇതിൽ നിന്ന് പിന്മാറാൻ സർക്കാർ തയ്യാറാകുമെന്ന് അറിയേണ്ടത്. പ്രതിപക്ഷത്തിന് സ്വാഭാവികമായും ഇതിൽ വലിയ അമർഷമുണ്ട്. ഇദ്ദേഹം ആ രംഗത്ത് അത്ര പരിചയമുള്ള ആൾ കൂടിയല്ല എന്ന വിമർശനം കൂടി ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഈ വരുമ്പോൾ സ്വാഭാവിക പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. ഇത് സർക്കാർ തിരുത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മന്ത്രിയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. 11:30 മന്ത്രി ബിന്ദു കൃഷ്ണ മാധ്യമങ്ങളെ കാണുന്നത്. എന്തായാലും മന്ത്രിയും സർക്കാരും ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടി വരും. നിയമന നീക്കം വിവാദത്തിലേക്ക് എന്നതാണ് സാഹചര്യം. വിരമിച്ച ഉദ്യോഗസ്ഥനെ വീണ്ടും തിരികെ കയറ്റാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ. പുതിയ സർക്കാർ ചുമതലയേറ്റപ്പമുള്ള രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധം കൂടിയാണ് ഈ നീക്കം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.